എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ദമ്പതികൾ ഒരുമിച്ച് ഒരു കാര്യത്തിനു വേണ്ടി ആഗ്രഹിച്ചാൽ അതിനെന്തെങ്കിലും പ്രത്യേക ശക്തിയുണ്ടോ എന്ന്? ഇന്നത്തെ ഈ വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു വിഷയത്തെക്കുറിച്ചാണ്. സങ്കൽപ് സേ സിദ്ധി, അതായത് ഒരുമിച്ച് ഒരു തീരുമാനമെടുത്താൽ എങ്ങനെ വിജയം നേടാം എന്നതിനെക്കുറിച്ച്. അപ്പൊ ശരിക്കും അങ്ങനെയാണോ? ഒരാളുടെ ദൃഢനിശ്ചയത്തേക്കാൾ എത്രയോ മടങ്ങ് ശക്തമാണോ രണ്ടുപേർ ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങുമ്പോൾ? നമുക്ക് നോക്കാം. ഒന്നാലോചിച്ച് നോക്കൂ. ഒരാളുടെ മാത്രം ഇച്ഛാശക്തി എന്നത് ഒരു സാധാരണ ഇലക്ട്രിക് കറണ്ട് പോലെയാണ്. എന്നാൽ ഒരു ദമ്പതികൾ ഒരുമിച്ച് ഒരേയൊരു സങ്കല്പമെടുക്കുമ്പോഴോ അത് ഭയങ്കരമായി ഫോക്കസ് ചെയ്ത ശക്തമായ ഒരു ആത്മീയ ലേസർ ബീം പോലെയായി മാറുന്നു. അതിന്റെ ശക്തി അനേകം മടങ്ങ് വർദ്ധിക്കും. ഇതുകൊണ്ടാണ് പണ്ടുമുതലേ നമ്മുടെ പല ആചാരങ്ങളിലും പൂജകളിലും യജ്ഞങ്ങളിലുമൊക്കെ ദമ്പതികൾ ഒരുമിച്ചിരിക്കണം എന്ന് പറയുന്നത്. അവരൊരുമിച്ച് സൃഷ്ടിക്കുന്ന ആ ഒരു സംയുക്ത ഊർജം, അഥവാ ഹ്യൂമൻ ഇലക്ട്രിസിറ്റി എന്ന് പറയാം, അത് ഒരാളുടെ മാത്രം ശക്തിയേക്കാൾ എത്രയോ വലുതാണ്. ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഈ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ശക്തിക്ക് പിന്നിലുള്ള ആത്മീയ തത്വം എന്താണെന്ന് നമുക്കിനി ആഴത്തിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഈയൊരു വാചകം കേൾക്കുമ്പോൾ നമ്മുടെ വീടിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറുമല്ലേ? വീട് വെറുമൊരു കെട്ടിടമല്ല, അതൊരു പവർ ഹൗസാണ്. വലിയൊരു ഊർജ്ജ സാധ്യത ഒളിഞ്ഞിരിക്കുന്ന ഒരിടം. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു തീരുമാനമെടുക്കുകയാണെന്ന് വെക്കുക. ചിലപ്പോൾ അത് ദേഷ്യം കുറയ്ക്കാനോ അല്ലെങ്കിൽ കടങ്ങൾ തീർക്കാനോ ഉള്ളൊരു ശീലമായിരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നിങ്ങളുടെ രണ്ടുപേരുടെയും ഓറ, അതായത് ഊർജ്ജവലയം, ഒന്നിച്ചു ചേർന്ന് ഒരു ശക്തമായ കോട്ട പോലെയാകും. പരാജയത്തിന് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത ഒരു സംരക്ഷണ വലയം. പക്ഷേ ഇതിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ ഐക്യത്തോടെ പ്രപഞ്ചം തന്നെ പ്രതികരിക്കാൻ തുടങ്ങും. പ്രപഞ്ചത്തിലെ ചില അദൃശ്യ ശക്തികൾ അഥവാ സിദ്ധികൾ നിങ്ങളുടെ സഹായത്തിനെത്താൻ വേണ്ടി ആക്റ്റീവാകും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഐക്യത്തിന്